വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. UDF എന്തായാലും അധികാരത്തിലേക്ക് എത്താൻ പോവാന്ന് നമ്മളെല്ലാവരും ഉറപ്പിച്ചു. അമാതിരിയുള്ള ചർച്ചകളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. റിപ്പോർട്ടർ ടി വി ഉറപ്പിച്ചല്ലോ അല്ലേ? റിപ്പോർട്ടർ ടി വി അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല. മെയ് 4 റിസൾട്ട് വന്ന് തൊട്ട് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ആ സമയത്തായിരിക്കും ഉറപ്പിക്കുക. കെ സുധാകരൻ നല്ല നേതാവാ, ആര് പറഞ്ഞു നല്ല നേതാവല്ലെന്ന്. ആരാണെങ്കിലും അംഗീകരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, ആരാണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട്. കെ സി ആണെങ്കിൽ കെ സി, സതീശനാണെങ്കിൽ സതീശ്. എൻ്റെ അഭിപ്രായം നടന്നാലും നടന്നില്ലേലും പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കും. പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായ നിലപാട് ഞാൻ എടുക്കത്തില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. ഇപ്പം മെയ് 4 ആവാൻ ഇനി എന്തായാലും 62 മണിക്കൂർ അല്ലെ കൂടിപ്പോയാൽ 60 മണിക്കൂർ. എന്താണ് പ്രതീക്ഷ? പിന്നെ UDF നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ച് അധികാരത്തിൽ വരും. അത് പ്രതീക്ഷയല്ല, ഞങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. ഈ ഭരണവിരുദ്ധ വികാരമാണോ അതോ ഭരണമാറ്റം എന്നുള്ള രീതിയിലാണോ കാര്യം? അല്ല, ഭരണവിരുദ്ധ വികാരമുണ്ട്, ഭരണമാറ്റവും ഉണ്ട്. എല്ലാം ജനങ്ങൾ ഈ ഗവൺമെൻറ്, ശ്രീ പിണറായി ഗവൺമെൻറ് മാറണം എന്ന് തീരുമാനിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് നേരത്തെ തന്നെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. അതിന് കിട്ടിയ അവസരം ജനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ നിങ്ങളുടെ പ്രവചനത്തിന് ഏകദേശമൊക്കെ സമമാണല്ലോ? എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഭൂരിപക്ഷവും UDF അധികാരത്തിൽ വരുമെന്നാണല്ലോ. പക്ഷേ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും കിട്ടാൻ പോകുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. എക്സിറ്റ് പോൾ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, ചില എക്സിറ്റ് പോൾ പ്രവചനം ശരിയാകും, ചിലത് തെറ്റാകും. അങ്ങനെ അമിതമായി വിശ്വസിക്കേണ്ട കാര്യം ഒന്നുമില്ല. എക്സിറ്റ് പോൾ പ്രവചനം കൊണ്ടല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിലും എക്സിറ്റ് പോൾ പ്രവചനം മറിച്ച് പറഞ്ഞാലും ഇത്തവണ UDF വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF എന്തായാലും അധികാരത്തിലേക്ക് എത്താൻ പോവാന്ന് നമ്മളെല്ലാവരും ഉറപ്പിച്ചു. അമാതിരിയുള്ള ചർച്ചകളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. റിപ്പോർട്ടർ ടി വി ഉറപ്പിച്ചല്ലോ അല്ലേ? റിപ്പോർട്ടർ ടി വി അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല. മെയ് 4 റിസൾട്ട് വന്ന് തൊട്ട് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ആ സമയത്തായിരിക്കും ഉറപ്പിക്കുക. അന്നേരം ഉറപ്പിക്കുമല്ലോ. അന്നേരം എന്തായാലും ഉറപ്പിക്കും. അന്നേരം ഒരു സംശയമില്ല, ഉറപ്പിച്ചിരിക്കും. അപ്പം ഉറപ്പിക്കുന്നതിന് മുമ്പ് പക്ഷെ ചർച്ചയാണ് മൊത്തത്തിൽ. കാര്യമായ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്, അല്ലാതെ വെളിയിലിറങ്ങാൻ നടക്കുന്നുണ്ട്, സ്വയം പുകഴ്ത്തുന്നു. ഇതൊക്കെ ശരിയാണോ? അതിന് മുമ്പേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ? താങ്കൾ ഈ ചോദിക്കുകയും ഇതുപോലുള്ളവർ ചോദിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ ഇത് ചർച്ചയായിട്ടുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും നേതാവ് ചർച്ചയ്ക്ക് വന്നു? ചർച്ചയുണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? നമുക്ക് ശരിയാ, മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായ 3 പേരിപ്പോൾ ഉണ്ട് കോൺഗ്രസിൽ. യോഗ്യതയുള്ള 3 പേരുണ്ടെന്ന് മുതിർന്ന നേതാവായി പറയട്ടെ. യെസ്, അതെ, തീർച്ചയായും. എന്നാൽ എനിക്ക് പറയാനുള്ളത് 3 അതിൽ കൂടുതൽ കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസ് നേതൃദാരിദ്ര്യമുള്ള ഒരു പാർട്ടിയേ അല്ല. നേതാക്കന്മാർ ധാരാളമുള്ളതും നല്ല യോഗ്യരായ നേതാക്കന്മാരുമുള്ള പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ 3 പേരുടെ പേര് സീരിയസ് ആയി പരിഗണിക്കുന്നുണ്ട്. ആ 3 പേരും അർഹരാണ്. പക്ഷേ ഇതിൽ ചർച്ചയാക്കിയത് ആ 3 പേരാണെന്നോ? അവരാരെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആണോയെന്ന്? ഇത് ചർച്ചയാക്കിയത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം കൂടെ. അതിനെ ഞാൻ തെറ്റൊന്നും പറയത്തില്ല. എന്താണെന്നറിയാമോ? ജനാധിപത്യത്തിൽ ചർച്ചയ്ക്ക് എന്താ കുഴപ്പം? അഭിപ്രായം പറയുന്നതിന് എന്താ തെറ്റ്? എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ്സിലെ നേതാക്കന്മാരും പ്രവർത്തകരും അഭിപ്രായം പറഞ്ഞെന്ന് വരും. അതിലൊന്നും ഒരു തെറ്റുകൾ ഞാൻ കാണുന്നില്ല ഉള്ള കാര്യം പറയാം. അപ്പോഴേ ഒരു കാര്യം ചോദിക്കും, 3 പേരുടെ പേര് പറയുമ്പോഴേ സുധാകരൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പോരാളിയല്ലേ? സുധാകരൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? അല്ല, അത്തരം ചോദ്യങ്ങൾ ഞാൻ പറയാമല്ലോ, അത്തരം ചോദ്യങ്ങൾ എത്ര വേണേൽ ആരെക്കുറിച്ചും ചോദിക്കാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ പേര് വെച്ചിട്ട് അദ്ദേഹം എന്താണ് മുഖ്യമന്ത്രി, അദ്ദേഹവും യോഗ്യനാണ്. ഞാൻ പറഞ്ഞതിൽ മൂന്നല്ല
അതിൽ കൂടുതൽ ആളുകൾ യോഗ്യർ കോൺഗ്രസിനത് കോൺഗ്രസിൻ്റെ മെറിറ്റാണ്, കോൺഗ്രസിൻ്റെ ഡീമെറിറ്റല്ല. ഇപ്പം ഇടതുപക്ഷത്തിൽ അങ്ങനെ ചർച്ചയില്ലാത്ത മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യരായ ഒരാൾ അതിനകത്തുള്ളേ ഉള്ളൂ. അതുകൊണ്ടാണ് ചർച്ചയില്ലാത്തത്. ഞങ്ങൾക്ക് കൂടുതൽ നേതാക്കളുണ്ട്, അതുകൊണ്ട് ചർച്ച വരും. എന്നാൽ ചർച്ച കഴിഞ്ഞ് 4-ാം തീയതി കഴിഞ്ഞ് ഹൈക്കമാൻഡ് കൂടെ ഇടപെട്ടിട്ട് MLA-മാരുടെ അഭിപ്രായമെടുത്ത്, നേതാക്കന്മാരുടെ ഒക്കെ അഭിപ്രായം എടുത്തിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ഐക്യകണ്ഠേന യുനാനിമസായി എല്ലാവരും അംഗീകരിക്കും. തോന്നുന്നുണ്ടോ അടിയും പിടിയൊന്നും കാണത്തില്ല? ഒരു സംശയവുമില്ല. അതിനെന്താ നിങ്ങൾക്ക് സംശയം? അതിനെന്താ സംശയം? ഒരു ചർച്ച, ഒരു പ്രശ്നം ഉണ്ടാകില്ല. യുനാനിമസായി തീരുമാനിക്കും. അപ്പോഴേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ച സമയത്ത് നമ്മുടെ ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ ഉറക്കം ഉളച്ച് നിന്ന സമയമുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു പ്രശ്നം സുധാകരനായിരുന്നു. സുധാകരന് കണ്ണൂർ വേണം, കണ്ണൂരിനെ പുകഴ്ത്തിയിടുന്നു. പിന്നാലെ ഇപ്പം തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞ ഞാൻ എന്തും ഓക്കെ ആണെന്ന് പറഞ്ഞ ആൾ ഇപ്പം KCക്ക് പിന്തുണ നൽകുന്നു. അതിനെന്താ തോന്നുന്നത്? അതിനകത്ത് ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ശ്രീ സുധാകരൻ ഒരു സീനിയർ ലീഡറാണ്, പാർട്ടിയുടെ സീനിയർ ലീഡറാണ്, PC പ്രസിഡൻ്റായിരുന്ന ആളാണ്, ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ഞാനൊന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സുധാകരൻ മുഖ്യമന്ത്രിയാകാനൊക്കെ യോഗ്യനായിട്ടുള്ള ആളാണ്. അല്ലാതെ അത്ര ഞാൻ പറഞ്ഞല്ലേ എത്ര പേര് വേണേ ഉണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ കോൺഗ്രസ്സിനകത്ത് കുറേ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരുള്ള ധാരാളം ഉള്ള നേതാവല്ലേ സുധാകരൻ? അത് സുധാകരൻ നല്ല നേതാവാണ്. ആര് പറഞ്ഞു നല്ല നേതാവല്ലെന്ന്? നിങ്ങൾക്ക് എന്നെക്കൊണ്ട് സുധാകരനെതിരെ എന്തോ പറയിപ്പിക്കണമെന്ന് നോക്കുകയാണ്. നടക്കത്തില്ല. അദ്ദേഹം നല്ല നേതാവും സ്വീകാര്യനുമായ നേതാവാണ്, എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഞാനൊന്നും പറയില്ല. അദ്ദേഹം അഭിപ്രായം പറയും, അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല എറണാകുളത്ത് ഭയങ്കരമായ വൈകാരികമായിട്ടൊരു പ്രസംഗം നടത്തി. കുര്യമാഷ് കേട്ടോന്ന് എനിക്കറിയില്ല. അതായത്, ഞാൻ ഒരുപാട് കനൽ വഴികൾ താണ്ടിയാണ് വന്നത്, എനിക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്ത് നല്ലൊരു പ്രസംഗമാണ് ടൗൺ ഹാളിൽ വെച്ച് നടത്തിയത്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ റോൾ ഇനി എന്തായിരിക്കാം കേരള രാഷ്ട്രീയത്തിൽ 4-ാം തീയതി കഴിയും? അല്ലല്ല, ഒരു നേതാവിൻ്റെ റോള് നിശ്ചയിക്കുന്നത് ഞാനല്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല രമേശ്ജിയുടെ എന്നല്ല ആരുടെയും റോൾ എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് 4-ാം തീയതി കഴിഞ്ഞ് UDF ഭൂരിപക്ഷം കിട്ടുമ്പോൾ കോൺഗ്രസ്സിന് രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് MLA-മാരുടെയും മറ്റു സീനിയർ നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ആരാണ് നേതാവെന്ന് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം യുനാനിമസായി എല്ലാവരും അംഗീകരിക്കും. അത് ആരാണെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല. അപ്പോൾ VD സതീശനിലേക്ക് നമുക്ക് വരാം. അതായത് VD സതീശൻ 2021 പ്രതിപക്ഷ നേതാവാകുന്നു. ആ സമയത്ത് നമുക്കറിയാം അവസ്ഥ എന്താ. 41 സീറ്റേ ഉള്ളൂ, കോൺഗ്രസ്സിനൊരു സംഘടനാ പ്രവർത്തനം പോലുമില്ല. പിന്നെ അങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം വൻ വിജയം നേടുന്നു. UDF-നൊരു ക്യാപ്റ്റൻ മാതിരി VD സതീശൻ മാറുന്നു. പിണറായി വിജയനെ അപ്പുറത്തെ സൈഡിൽ ക്യാപ്റ്റനായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ VD സതീശനൊരു ക്യാപ്റ്റനായി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു UDF-ന് ഭരണം വന്നാൽ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നതിനോട് എന്തിനും തെറ്റുണ്ടോ? ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ആർക്കും ചോദിക്കാം. പക്ഷേ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ടീം UDF എന്ന്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒരു തെറ്റുമില്ല. ആര് ആഗ്രഹിച്ചാലും അത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആർക്കും സ്ഥാനങ്ങൾ ആഗ്രഹിക്കാം, അത് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതൊന്നും കോൺഗ്രസ്സിന് നിഷിദ്ധമായ കാര്യങ്ങളല്ല. അതുകൊണ്ട് പക്ഷേ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ്സിനകത്തൊരു രീതിയുണ്ട്. UDF എന്ന് പറഞ്ഞ ആളാണ് സതീശൻ. അതെ ഞാൻ പറയാം. തീരുമാനമെടുക്കുന്നത് കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് മാത്രം ആയിരിക്കും. അപ്പോൾ ആരാണോ വരുന്നത് അവരെ
എല്ലാവരും അംഗീകരിക്കും. വി ഡി സതീശനാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ആ തീരുമാനം അംഗീകരിക്കും. കെ സിയിലേക്ക് വരാം. കെ സി ഇവിടുത്തെ ദേശീയ നേതാവാണ്. രാഹുൽ ഗാന്ധിയുടെ തൊട്ടിപ്പുറത്താണ് പാർലമെൻറ്റിൽ സീറ്റുള്ളത്. കത്തിക്കയറുന്ന പ്രസംഗം, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നത് കെ സിയാണ്. ഹൈക്കമാൻഡ് എന്ന് പോലും കെ സിയെ കളിയാക്കി കുറേ ആളുകൾ പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു കെ സി കേരളത്തിൽ വന്ന് കൈക്കുട്ടം പോലെയുള്ള ചെറിയ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകണം എന്നതിനോട് ഒരു മുതിർന്ന നേതാവിനിൽ താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഇത് അഭിനന്ദനം എന്നില്ലേ പേര് അല്ലേ? അഭിനന്ദനം എന്നെക്കൊണ്ട് ആർക്കെങ്കിലും എതിരെ ഒന്ന് പറയിപ്പിക്കണമെന്ന് ഈ നോക്കുന്നത്. അതൊന്നും നടക്കത്തില്ല. ഇത് പറയട്ടെ, കെ സി മുഖ്യമന്ത്രിയാകണമെന്ന് കെ സി എങ്ങും പറഞ്ഞിട്ടില്ല. കെ സി മുഖ്യമന്ത്രിയാകാൻ വരുമെന്ന് ചാനലുകാരും നിങ്ങളും എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. അദ്ദേഹം എങ്ങും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്, ഇന്നും ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടു, കോൺഗ്രസ്സിനൊരു രീതിയുണ്ട്, ആ രീതി അനുസരിച്ച് MLA-മാരുടെ അഭിപ്രായം എടുത്തിട്ട് ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം എടുത്ത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആരാണെങ്കിലും അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ കെ സി മുഖ്യമന്ത്രിയായ യോഗ്യനാണോ? പറയട്ടെ, ആരാണെങ്കിലും അംഗീകരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, ആരാണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട്. കെ സി ആണെങ്കിൽ കെ സി, സതീശനാണെങ്കിൽ സതീശ്. അഭിപ്രായം ഒരൊറ്റ വാക്കിലെന്ന് പറയും. ഞാനങ്ങനെ പ്രത്യേക അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല. കെ സി ആണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നുവെങ്കിൽ തീർച്ചയായും കെ സിക്ക് എന്താ യോഗ്യത? കെ സിക്കും ഞാൻ പറഞ്ഞല്ലോ, കെ സിക്കാകട്ടെ, സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ, മുമ്പേ നിങ്ങൾ ചോദിച്ച ശ്രീ സുധാകരനാകട്ടെ, ആർക്കും അയോഗ്യതയില്ല. പക്ഷേ ആരാകണമെന്ന് തീരുമാനിക്കുന്നതിൽ എനിക്കൊരു പങ്കില്ല, ചാനലുകാർക്കും പങ്കില്ല. ചാനലുകളൊക്കെ എല്ലാവരും ഓരോരുത്തരെ ആക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനം MLA-മാരുടെയും സീനിയർ നേതാക്കന്മാരുടെയും അഭിപ്രായം എടുത്തിട്ട് ഹൈക്കമാൻഡ് ഉൾപ്പെട്ട തീരുമാനിക്കുകയുള്ളൂ. അതാരാണോ അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി. അത് കെ സി ആണെങ്കിൽ കെ സി കൊണ്ടുപോകണം, അതിനെന്താ? മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഒരാളെ പ്രഖ്യാപിക്കുകയാണ് ഹൈക്കമാൻഡ്. അപ്പോൾ മുതിർന്ന നേതാവ് PJ കുര്യൻ എന്ന രീതിയിൽ പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ തങ്ങളുടെ മുന്നിലേക്ക് വരും, അങ്ങനെ മുന്നിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചിലത് പറയാനുണ്ടോ? എന്തുവാ? എന്തെങ്കിലും തുറന്നു പറച്ചിലോ? അല്ല, അത് എനിക്ക് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഹൈക്കമാൻഡ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു പേര് പറഞ്ഞു, അപ്പോൾ അത് അംഗീകരിക്കും. അല്ല, സപ്പോസ് അങ്ങനെ സംഭവിച്ച മെയ് 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു, ഇപ്പോൾ UDF അധികാരത്തിലേക്ക് എത്തുന്നു. മുതിർന്ന നേതാവ് PJ കുര്യൻ എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ബൈറ്റ് എടുക്കാനാണ് എന്തായാലും വരും. ആ സമയത്ത് ഒരാളുടെ പേര് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുമോ? അന്നേരം പറയും. അന്നേരം പറയും. ഒരാളുടെ പേര് മനസ്സിലുണ്ട്. അതല്ല, അന്നേരം അത് പറയും. എനിക്ക് തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായത്തിന് വിരുദ്ധമാണെങ്കിൽ അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിലെ അഭിപ്രായമുണ്ട്, മനസ്സിലായല്ലോ. പക്ഷേ എൻ്റെ അഭിപ്രായം നടന്നാലും നടന്നില്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കും. പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായ നിലപാട് ഞാൻ എടുക്കത്തില്ല. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കും, അഭിപ്രായം പറയും കൃത്യമായി. അത് എന്നോട് ചോദിച്ചാൽ പാർട്ടി നേതൃത്വത്തോട് അഭിപ്രായം പറയും. മെയ് 4-ന് ഞങ്ങളോട് പറയത്തില്ലേ? അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അത് മാധ്യമങ്ങളോട് പറയുന്നതിന് പ്രസക്തിയില്ല. ഇപ്പോഴല്ല, അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, ഹൈക്കമാൻഡ് ഒരു പേര് ഇപ്പോൾ പറയും. ഞാനിപ്പോൾ ഹൈക്കമാൻഡാണെന്ന് വിചാരിച്ചു. ഹൈക്കമാൻഡ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം PJ കുര്യൻ്റെ ഒരു പ്രതികരണം എടുക്കാനായിട്ട് ഞങ്ങൾ വരുന്നു. ആ സമയത്ത് PJ കുര്യൻ കെ സി വേണുഗോപാൽ അല്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ അത്തരം ഞാൻ പറഞ്ഞത്, ഈ പൊളിറ്റിക്സിനകത്ത് സപ്പോസ് ചെയ്തുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ദി പോസിബിലിറ്റിയാണ്, മനസ്സിലായി? അതായത് പോസിബിളായിട്ടുള്ളതും നടക്കും, മനസ്സിലായി? അതിനെ അംഗീകരിക്കണം. ഞാൻ ഒരു സപ്പോസിഷൻ വെച്ചിട്ട് ഒരു ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയുന്നില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. എന്തായാലും മുഖ്യമന്ത്രി ആരാകും എന്നതിനകത്ത് കൃത്യമായിട്ടൊരു നിലപാടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ എന്താണെങ്കിലും അത് ഹൈക്കമാൻഡിനോട് പറയും. ഹൈക്കമാൻഡ് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയാം എന്നാണ് പറഞ്ഞത്. ഇനി അപ്പുറത്തേക്ക് നമ്മൾ പോകാം. പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തിച്ചത് ഇത്തവണ. പത്തനംതിട്ട ജില്ലയുടെ നേതൃത്വം കുറേയൊക്കെ PJ കുര്യൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെയെങ്കിൽ ആറന്മുളയിൽ ആര് ജയിക്കും? അല്ല, പത്തനംതിട്ട ജില്ലയുടെ നേതൃത്വം എൻ്റെ കയ്യിലാണെന്ന് പറയുന്നത് ശരിയല്ല. അവിടെ
നേതൃത്വം കൊടുക്കാൻ നല്ലൊരു ഡി സി സിയുടെ കമ്മിറ്റികളും ഒക്കെ ഉണ്ട്. ഞാൻ ആ ജില്ലയിൽ നിന്നുള്ള സീനിയർ നേതാവാണ്. ആ സീനിയർ നേതാവെന്ന നിലയിൽ എൻ്റെ സംഭാവനയും പ്രവർത്തനവും അതിനകത്ത് ഉണ്ട്. എനിക്ക് പത്തനംതിട്ട ജില്ലയിലെ ഞങ്ങളുടെ പ്രതീക്ഷ 5 സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതനുസരിച്ച് 5 മണ്ഡലങ്ങളിലും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാ UDFൻ്റെ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം 5 മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല പ്രവർത്തനം നടന്നിരുന്നു. 5 സീറ്റും ജയിക്കാനുള്ള സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. എന്നാൽ 3 സീറ്റ് എന്തായാലും ഉറപ്പാണ്, എനിക്കറിയാം, എന്തായാലും ഉറപ്പാണ്. അത് ഏതാണെന്ന് ഞാൻ പറയത്തില്ല. 3 സീറ്റ് ഉറപ്പാണ്. 5ഉം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് പൊസിഷൻ. അതിനപ്പുറത്തേക്ക് അടൂരും തിരുവല്ലയും റാന്നിയാണ്. അല്ല, അത് ഞാൻ ഇന്ന സീറ്റെന്ന് ഞാനിപ്പോൾ പറയത്തില്ല. 3 സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് 4 ആകാം, 5 ആകാം. 3-ൽ കുറയുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലായിരുന്നു, അറിയാമല്ലോ, ഒന്നുമില്ലായിരുന്നു. അതെ, സംഭൂജരായിരുന്നു. ഇത്തവണ എന്തായാലും 3 ഇടങ്ങളും ഉണ്ടായിരിക്കും. അതേ കാര്യത്തിൽ പൂർണ്ണ ഉറപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് ഏത് സീറ്റ് എന്ന് ഞാൻ പറയില്ല. ഏതും ജയിക്കാം 5. എന്താണെന്ന് വെച്ചാൽ 5ലും നല്ല പ്രവർത്തനങ്ങൾ നടന്നു. അത് ഞാൻ അതിനകത്ത് ദൃക്സാക്ഷിയാണ്. 5ലും നല്ല പ്രവർത്തനങ്ങൾ നടന്നു. UDFകാർ, കോൺഗ്രസ്സുകാരും മറ്റേ ഘടകകക്ഷികളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ മൗനമായിരുന്നു, ഒന്നും ചെയ്തില്ല എന്നുള്ള ആരെക്കുറിച്ചും ആരോപണം ഇല്ല. മറ്റേയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ വരും. അങ്ങനെ ഒരു കാര്യമേ ഇത്തവണ ഉണ്ടായിട്ടില്ല. അതുപോലെ ജനങ്ങൾക്ക്, പത്തനംതിട്ടയിലെ ജനങ്ങൾക്കും ഈ ഭരണം ഒന്ന് മാറണം, ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന ചിന്ത ഉണ്ടായിരുന്നു. ഒരു ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ടായിരുന്നു. അക്കാരണത്താൽ യാതൊരു സംശയമില്ല, പത്തനംതിട്ട ജില്ല UDFൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആറന്മുളയിലെ കാര്യം എന്ന് പറയാം. വീണ ജോർജിനെതിരെ പർട്ടിക്കുലർ ഒരു സീറ്റ് ഞാൻ എടുത്തിപ്പോൾ വീണ ജോർജിനെതിരെ ഒരു ഭരണവിരുദ്ധ ആറന്മുള ഞങ്ങൾ ജയിക്കും. അല്ല, ആറന്മുളയിൽ അബിൻ വർക്കി നല്ല ഒന്നാന്തരം ഒരു സ്ഥാനാർത്ഥിയാണ്, ഞങ്ങൾ ജയിക്കും. അബിൻ വർക്കി ജയിക്കും. വീണ ജോർജിൻ്റെ പ്രവർത്തനത്തിലകത്തൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഞാനിപ്പോൾ ഒരു വീണ ജോർജിനെ മാത്രമായിട്ട് എടുത്തതിനാ പറയുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ പൊതുവെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വിമർശിക്കപ്പെടാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ട്. വിമർശിക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിമർശനം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചേരാത്ത പ്രവർത്തനം എന്നാണ് എൻ്റെ പോയിൻ്റ്. അല്ലാതെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, മനസ്സിലായി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് എൻ്റെ ചില കാര്യങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളാണ്. എനിക്ക് കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞാൻ ആദ്യകാലത്തൊക്കെ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, മനസ്സിലായല്ലോ. ഞാൻ ആദ്യം എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ PSP ആയിരുന്നു ഞാൻ. PSP ഞാനത് പറഞ്ഞത് എനിക്കതുണ്ട്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുക, പാവപ്പെട്ടവരിലുള്ള സ്നേഹം, കരുതൽ, അതനുസരിച്ചുള്ള നിലപാട് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിന് വിരുദ്ധമായിട്ടാണ് ഞാനിപ്പോൾ എന്നെ വളരെയധികം സ്പർശിച്ച ഒരു വിരുദ്ധ നയം ഞാൻ പറയാം. എനിക്ക് ഈ കേരളത്തിലെ ആശാ വർക്കേഴ്സിന് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവർക്ക് 231 രൂപയെ ഒരു ദിവസം ശമ്പളമുള്ളൂ എന്ന് കേട്ടപ്പം അത് വലിയ അനീതിയായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അത് അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടത് അവരുടെ ഡിമാൻഡിനും അത് അവരുടെ സമരത്തോട് ഭയങ്കര ന്യായമാണ്. ഞാൻ ഒരു സമരത്തിനും സെക്രട്ടേറിയറ്റ് പഠിക്കാൻ പോകാത്ത എനിക്ക് കോൺഗ്രസിൻ്റെ സമരങ്ങൾ പോലും ഞാൻ അങ്ങനെ പോകാറില്ല. കോൺഗ്രസ് ഇപ്പോൾ ഒരുപാട് സമരം തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും അതിനധികം പോയിട്ടില്ല. പക്ഷേ ഇതിനെ ഞാൻ ഒരു ദിവസം പോയി അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് എന്തെന്ന് വെച്ചാൽ എനിക്ക് 231 രൂപ ശമ്പളത്തിന് ഇവർ ചെയ്യുന്ന കുറേ ജോലി എനിക്കറിയാം. ആശാ വർക്കർമാരുടെ ഉണ്ടല്ലോ, അറിയാം. ഞാൻ ഈ ഹെൽത്തിൻ്റെ ഞാനൊരു NGOയുടെ പ്രസിഡൻ്റാണ്. MPമാരും ex-MPമാരും ഉള്ള അയാപ്പെടുന്ന ഒരു MPയുടെ പ്രസിഡൻ്റാണ്, ഒരു NGOയുടെ. അതിനകത്ത് അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എനിക്കിവിടെ ഓഫീസും കാര്യം. അങ്ങനെ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഡൽഹി വന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ വിഷയമെന്ന് പറയുന്നത് പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റാണ്.
അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നുണ്ട്. എനിക്ക് ആശാ വർക്കേഴ്സിൻ്റെ ഗ്രൗണ്ടിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. അപ്പോൾ എനിക്ക് ഞാൻ ഓർത്തത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്, പാവപ്പെട്ടവന് വേണ്ടി പറയുന്ന ഗവൺമെൻറ് 233 രൂപ ശമ്പളം കിട്ടുന്ന മേടിക്കുന്ന ഈ വർക്കേഴ്സിന് വേണ്ടി എന്തെല്ലാം ആർപ്പാട് ഈ ഗവൺമെൻറ് നടത്തുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്ക് എന്ത് ആർപ്പാടമാണ് നടത്തിയത്. മന്ത്രിമാരുടെ സഞ്ചാരത്തിനുള്ള ആർപ്പാടം, മന്ത്രിമാരുടെ കാറുകൾക്കുള്ള 100 കോടി കാറുകൾക്ക് വേണ്ടി ബജറ്റിൽ നമ്മുടെ ബാലഗോപാൽ ഉൾപ്പെടുത്തി കളഞ്ഞു. എന്തെല്ലാം ആർപ്പാടമൊക്കെ. ഇവർക്കൊരു 100 രൂപ പോലും ദിവസം ദിവസം 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാതിരുന്ന ആ സമയത്ത്, അതേ സമയത്ത് PSC മെമ്പർമാർ 2 ലക്ഷം 2.5 ലക്ഷം 3 ഒക്കെ മേടിക്കുന്നവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് പത്രത്തിൽ വന്നു. എനിക്ക് ഈ കോൺട്രഡിക്ഷൻ ഒരിക്കലും ദഹിച്ചില്ല. അത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എങ്ങനെ ചെയ്യുന്നതാണ് എന്നെ മതിച്ചതായ ഒരു കാര്യമാണ്. പറഞ്ഞ മനസ്സിലായി. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എങ്ങനെ, ഞാൻ വളരെയധികം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പലയിടത്തും പറയുകയും, ഞാൻ ആശാ വർക്കേഴ്സിൻ്റെ ഇവിടെ പോയി, ഞാൻ ഒരു സമരത്തിനോട് പോയിട്ടില്ല. ആശാ വർക്കേഴ്സിൻ്റെ ഇവിടെ പോയി. ആശാ സമരം ഒരുപാട് വേദനിപ്പിച്ചു. ഞാനൊരു പോയിന്റ് പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഈ ചോറ് വെന്തോന്ന് അറിയാനായിട്ട് ചോറ് മുഴുവൻ ഞെക്കി നോക്കണ്ട, 2 ചോറ്. ഈ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതെ എൻ്റെ പോയിൻ്റ്. അതേ സമയത്ത് ആശാ വർക്കേഴ്സ് സമരം ചെയ്തപ്പോൾ അത് ന്യായമാണ്. 230 നമ്മൾ കർഷക തൊഴിലാളിക്ക് നമ്മൾ 800-1000 രൂപ കൊടുക്കുന്നു, 1000 രൂപ വരെ കൊടുക്കുന്നുണ്ട് കർഷക തൊഴിലാളിക്ക്. ഇവർക്ക് അത്ര അതിനേക്കാൾ ഇവർ ചെയ്യുന്ന സേവനം വലിയ സേവനമോ, അത് അഭിനന്ദനം അറിയാമെന്ന് ഞാൻ കരുതുന്നു എന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഗവൺമെൻറ് എങ്ങോട്ട് ചിന്തിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഗവൺമെൻറ് ആറ്റിറ്റ്യൂഡ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് അനുകൂലമല്ല. പാവപ്പെട്ടവൻ്റെ ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുന്നു എന്നല്ലയോ, അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി സംസാരിക്കുന്നു അല്ലയോ. അതിന് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരുള്ള ബഹുമാനമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഈ ഗവൺമെൻറ് മാറണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തയുള്ളവർ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭരണമാറ്റം നിർബന്ധമായി നിശ്ചയമായി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണം മാറുമ്പോൾ നമുക്കൊന്നും കൂടി കാണണം. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഹൈക്കമാൻഡിനോട് പറയും. എന്തായാലും മെയ് 4-ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലേക്ക് എത്താൻ പോകുകയാണ്. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ആ സമയത്ത് അഭിനന്ദൻ ഒരു നല്ല പത്രപ്രവർത്തകനാണ്, ചെറുപ്പമാണ്, മറിച്ചും തിരിച്ചും ചോദിച്ച് അതായത് ചോദിച്ച് വഴിതെറ്റിക്കാൻ ശ്രമിക്കും. അത് ഞാൻ അഭിനന്ദനെ അനുമോദിക്കുന്നു. അതാണ് PJ കുര്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.